വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതിയായ അഫാൻ ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ജയിലിൽ വെച്ച് ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയത്. അതിനെ തുടർന്ന് TVM മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട അഫാന്റെ നില വളരെ ഗുരുതരമായാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്. ഇനി ജീവിതത്തിലേക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് മെഡിക്കൽ സംഘം എല്ലാം വിലയിരുത്തുന്നത്. ഏതാണ്ട് 70% അങ്ങനെയാണ് മെഡിക്കൽ ബോർഡ് വിലയിരുത്തുന്നത്. അതിന് കാരണം കോശങ്ങൾക്ക് കേടുപാട് സംഭവിച്ചിരിക്കുന്നു. തലച്ചോറിൽ മാരകമായ ക്ഷതം ഏൽപ്പിച്ചിരിക്കുകയാണ്. തലച്ചോറിലേക്കുള്ള ഓക്സിജന്റെ കടന്നു വരവിൽ ക്ഷതം ഏറ്റിരിക്കുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണമായി അവർ വിലയിരുത്തുന്നത് ഇയാളുടെ ശരീരഭാരം വളരെ കൂടുതലാണ്. അത്രയും ശരീരഭാരമുള്ള ഒരാൾ ഒരു തുണിയിൽ കെട്ടിത്തൂങ്ങിക്കഴിഞ്ഞാൽ ആ ശരീരഭാരം ഉണ്ടാക്കുന്ന ആഘാതം വലുതായിരിക്കും. കഴുത്തിൽ മാത്രമായി ബലം കൊടുത്തിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഹാങ്ങിങ് എന്ന് പറയുന്നത്. അതുപോലെ അത്രയും ഭാരമുള്ള അയാളുടെ കഴുത്തിൽ ഏർപ്പെടുത്തിയ പ്രഷർ അയാളുടെ വലിയ രീതിയിൽ ക്ഷതം തലച്ചോറിലേക്കുള്ള ഗ്രന്ഥികളിൽ ഉണ്ടായി. മെഡിക്കൽ ബോർഡിലുള്ളവർ ജയിൽ സൂപ്രണ്ടിനോട് പറഞ്ഞതിങ്ങനെ: അഫാൻ ജീവിക്കാനുള്ള സാധ്യത 30% ആണ്. കാരണം 1, ഇയാളുടെ പ്രായം, ചിലപ്പോൾ റിക്കവർ ചെയ്യാൻ സാധിക്കാം. 2, ഇയാളുടെ ആരോഗ്യാവസ്ഥ, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഇതുപോലുള്ള യാതൊരു രോഗങ്ങളും തന്നെ അദ്ദേഹത്തിനില്ല. അതുകൊണ്ട് ഇയാളെ പോലുള്ളവർക്ക് ഹൃദയാഘാതം സംഭവിക്കാനുള്ള ചാൻസും കുറവാണ്. അങ്ങനെ സംഭവിച്ചാൽ ഇയാളുടെ ആരോഗ്യസ്ഥിതി കൂടുതൽ വഷളാകും. അതുപോലെ ഇത്തരം അവസ്ഥകൾ നേരിടുന്നവർക്ക് ന്യൂമോണിയ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത ഉണ്ട്. അതും 50% മാത്രമാണ്. ഇങ്ങനെയുള്ളവർ വെന്റിലേറ്ററിൽ കഴിയുമ്പോൾ ന്യൂമോണിയ വന്നാൽ അത് മരണത്തിലേക്ക് പോകാനുള്ള ചാൻസാണ് കൂടുതലും. അത്തരം കാര്യങ്ങളൊക്കെ ഇയാളുടെ പ്രായവും ആരോഗ്യസ്ഥിതിയും ശരീരത്തിന്റെ മെച്ചപ്പെട്ട അവസ്ഥ അതുകൊണ്ട് തന്നെ ഇയാൾ ജീവിതത്തിലേക്ക് വരാൻ 30% സാധ്യതയുള്ളത്. പക്ഷേ എന്നാൽ ഈ 30% സാധ്യത പറയുമ്പോഴും ഇതിലെ കോമ സ്റ്റേജ് എന്ന് പറയുന്ന ഒരു സാധ്യത കൂടി വിലയിരുത്തുന്നുണ്ട്. അതായത് ഇയാൾ തിരിച്ചു വന്നാലും നേരെ നോർമൽ ലൈഫിലോട്ടല്ല വരുന്നത്, അതും കോമ സ്റ്റേജിലായിരിക്കാം. ജീവിതകാലം മുഴുവൻ ഇയാൾ കോമ സ്റ്റേജിൽ ആയിരിക്കാം ജീവിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വിലയിരുത്തുന്നത്.